ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ പുറത്ത് പോകാനുള്ള പ്ലാനാണ്. ഞങ്ങളുടെ കൂടെ ഇനി പ്രത്യേകിച്ച് ഒരാളും കൂടെയാണ് വന്നിട്ടുള്ളത്. അതെ, എൻ്റെ അനിയത്തിയും കൂടെ ഇന്ന് വന്നിട്ടുണ്ട്. എന്തായാലും കടലിലോട്ടൊന്നും ഇപ്പോൾ പോക്ക് നടക്കത്തില്ലല്ലോ, അതുകൊണ്ട് പിന്നെ വീണ്ടും നമ്മൾ മാളിലോട്ട് പ്രതീക്ഷിച്ചു. എന്തായാലും ലുലുവിൽ പോയി മടുത്തത് കൊണ്ട് ഇന്നത്തേക്ക് ഞങ്ങൾക്ക് ട്രാവൻകൂർ മാളിലോട്ടൊന്ന് പോയാലോ എന്നുള്ള പ്ലാനിൽ ഇതാ ട്രാവൻകൂർ മാളിലോട്ട് എത്തിയിട്ടുണ്ട്. ാണ് ഞങ്ങൾ ലക്ഷ്യമായിട്ട് പോകുന്നത്. അയ്യോ അയ്യോ, നാല് വാക്കിന് പോയാ. എങ്ങോട്ട്? വാഷ്റൂമിലല്ലേ പോണേ? ഞമ്മല്ല ഒന്നുകൂടെ കണ്ട് ചേച്ചി. ഞമ്മ എങ്ങോട്ട് ചേച്ചി? എങ്ങോട്ട്? ഇനി ഫുഡ് ഓർഡറിന്റെ ടൈമാണ്. എന്ത് ഓർഡർ ചെയ്യണം എന്നുള്ള പ്ലാനിങ്ങിലാണ് ഇപ്പോൾ. എല്ലാരും പൊക്കോ. ഫുഡ് ഓർഡർ ചെയ്യാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഓരോരുത്തരും ഓരോ വാക്കിലോട്ട് പോകും. നിങ്ങൾ അത് ഓർഡർ ചെയ്യും, ഞങ്ങളത് ഓർഡർ ചെയ്യും, എന്നിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കും. അതാണ് ഞങ്ങളുടെ പരിപാടി. എൻ്റെ ഹസ്ബൻഡിന് ഓർഡർ ചെയ്യാൻ പോകുമ്പോൾ അവിടെ ഞാൻ കഴിക്കണം. എന്നെ പൊക്കിക്കൊണ്ടേ അവർ പോകും. നാല് ഓർഡർ കഴിഞ്ഞു. KFC ചിക്കൻ, അടുത്ത പിസ്സ. നമ്മൾ തിന്ന് ചാവും. കഴിച്ചേച്ച് വേറെ ഫുള്ളാണ്. പിസ്സ ഓർഡർ ചെയ്യാൻ പോയവരാണ്. ഇതാ അവിടെ സൈഡിൽ ജ്യൂസ് കണ്ടപ്പോൾ ഉടനെ എൻ്റെ ഹസ്ബൻഡിന് അത് വേണം. കുഞ്ഞു കുട്ടിയാണെന്നാണ് വിചാരം. 2 ഫ്ലേവറിലുള്ള ജ്യൂസാണ് വാങ്ങിയിട്ടുള്ളത്. ഒന്ന് മാംഗോ, ഒന്ന് ലച്ചി. മാംഗോ. ഞങ്ങൾ ഓർഡർ ചെയ്ത ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി അത് വാങ്ങാൻ പോകുന്ന തയ്യാറെടുപ്പിലാണേ. ഇത് കഴിക്കാനായിട്ട് എക്സ്ട്രാ ഒരു പ്ലേറ്റ് അവർ വെച്ചിട്ടുണ്ട്. ഇത് അവർക്ക് തികയത്തില്ല, അതുകൊണ്ട് എക്സ്ട്രാ പ്ലേറ്റ് വീണ്ടും വാങ്ങാൻ പോയിട്ടുണ്ട്. ഇതിപ്പോൾ ചിക്കനാണോ പ്ലേറ്റാണോ എന്തോ കഴിക്കുന്നത്. ഈ കാണുന്ന പീസ് കണ്ടില്ലേ? ഇതിലൊന്ന് എക്സ്ട്രാ 2 വലിയ പീസും കൂടെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ആ 2 പീസ് ഞങ്ങളുടെ ഹസ്ബൻഡ് വരെ എടുത്തിട്ടുണ്ട്. രണ്ട് വലിയ പീസും ഇവര് കഴിക്കുന്ന വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നാലേ ഇന്ന് ഞാൻ പട്ടിണിയാവും. അപ്പോൾ ഇനി എൻ്റെ ഫുഡ് അടിയ കഴിഞ്ഞിട്ടാവാമേ ബാക്കി ഷൂട്ടിങ്. അത് കഴിഞ്ഞിട്ട് ഇനി വരാവേ. നോക്കട്ടെ, അവിടെ എനിക്ക് പോലും കാണാം. ഞാൻ കൈ വന്ന് എടുക്കുവാ. കൊള്ളാം. ഒന്നും വേണ്ടല്ലേ? ഫിനിഷ്. സൂപ്പർ. ഇവിടെ ഫിനിഷ് ചെയ്തിട്ടാണ് അടുത്ത് തട്ടുകടകാരൻ അല്ലേ? ആൾക്കാരാണെങ്കിലേ ഇത് തിന്നാൻ തന്നെ പോണെന്ന് പറയും. അതിന് വേണ്ടി ജനിച്ചു. നമ്മൾ നിഷേധിക്കുന്നില്ല, അതിന് വേണ്ടി ജനിച്ചവരാണ്. ഇനി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് വേറെ ഒന്നുമല്ലേ, പിസ്സയാണ്. അപ്പോൾ ഇനി അത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ എടുക്കാൻ പോകേണ്ട താമസം. ഇനി അതെടുത്തിട്ട് വരാവേ. ഈ കാണുന്ന പിസ്സ ഒന്ന് വന്നിട്ട് ചിക്കൻ ടിക്കയും, ഒന്ന് വന്നിട്ട് എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ലേ. ഏതോ ഒരു ഫ്ലേവർ. എന്തായാലും കൊള്ളാം. ഞാൻ ഇത്രയും ആത്മാർത്ഥമായി ചരിഞ്ഞും കിടന്നും വീഡിയോ പിടിക്കുന്നത് ഈ എടുക്കുമ്പോൾ ചീസ് വലിഞ്ഞു വരുന്ന ഒരു ഭംഗിയുണ്ടല്ലോ,
അത് കറക്റ്റായിട്ട് വീഡിയോയ്ക്ക് പിടിക്കാനാണ്. എവിടെയോ ഒരു സൈഡിൽ കിട്ടിയിട്ടുണ്ടല്ലേ. എൻ്റെ ഹസ്ബൻഡ് കടിക്കുന്ന കടി കണ്ടിട്ട് ജിനോ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് സഹിക്കണില്ലേന്ന്. അതിൽ തന്നെ മനസ്സിലാക്കാം ആ കടി കണ്ടോണ്ട് എല്ലാവരും ഇവിടെ വായിൽ വെള്ളം വന്നാണ്ടിരിക്കുന്നേന്ന്. ഇനി ഇവർക്ക് കഴിക്കാൻ കൊടുത്തതിന് ശേഷം ഇനി ബാക്കി കാര്യമുള്ളൂ. ഒന്ന് ടിക്ക ആദ്യം കഴിച്ച ഫ്ലേവർ ഏതാണെന്ന് എനിക്ക് കറക്റ്റ് ഉറപ്പില്ലേ. ഈ രണ്ടാമത് എടുക്കുന്നതുണ്ടല്ലോ, ഇത് വന്നിട്ട് ടിക്കയാണ് ഈ പിസ്സ ഫ്ലേവർ വരുന്നത്. ഫസ്റ്റ് കഴിച്ച പിസ്സയുടെ ഫ്ലേവറിനേക്കാളും ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായത് ഈ ഒരു ഫ്ലേവറാണേ. അങ്ങനെ ഇതാണ് ടേസ്റ്റ് കൂടുതൽ. സെക്കൻഡ് വൺ ആണ് ടേസ്റ്റ്. എൻ്റെ അനിയത്തി അച്ചു ചേച്ചിക്ക് ഒരു സ്നേഹത്തിന്റെ പുറത്താണ് ഇതാ ഈ ഇങ്ങനെ കടിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. അച്ചു ചേച്ചി അത് എന്നെ സൗകര്യമെന്നും പറഞ്ഞ് ഉള്ളതിൽ മുക്കാൽ ഭാഗവും കടിച്ചങ്ങ് എടുത്തിട്ടുണ്ട്. എല്ലാവരുടെ വാക്കത്ത് പാവല്ലേന്ന് പറഞ്ഞ് ഒരു ഭാഗം കൊടുക്കട്ടത്. ഇത് ഒരു രൂപ 10 ഭാഗം പോലെ. ഇഷ്ടപ്പെട്ടില്ല. ചിലടത്ത് ശരിയാകും, ചിലടത്ത് ശരിയാകില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതേ അവസ്ഥയാണ്. ജിനോ ചേട്ടന് ഇത് ഇഷ്ടപ്പെട്ടില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ ഒരേ ഒരു ഡയലോഗാണ്, പനി പിടിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഞങ്ങൾ കഴിക്കുന്ന ബന്നുണ്ടല്ലോ അതേ ടേസ്റ്റ് എന്നാണ്. അടുത്ത ഞങ്ങൾ ലക്ഷ്യമിട്ട് പോകുന്നത് ഇവിടെയാണ്. ഈ രാമചന്ദ്ര ഹൈപ്പർ മാർക്കറ്റ് ഉണ്ടല്ലോ ആ സൈഡിലായിട്ടാണ്. നിങ്ങൾ കരുതുന്നുണ്ടാകും എന്താണോ ഇവിടെ ഇനി പരിപാടിയെന്ന്. ഞങ്ങൾക്ക് വേറെ ഒന്നും പരിപാടിയൊന്നുമില്ല. ഇവിടെ വന്ന സ്ഥിതിക്ക് ഒന്ന് കയറി കാണുക, ആ ഒരു ഇതിലാണ് കയറിയിട്ടുള്ളത് എന്നൊക്കെ ഞങ്ങൾ പറയും. ഞങ്ങൾ സ്ത്രീകൾക്കൊരു പ്രത്യേകതയുണ്ട്, എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഉടനെ അത് എടുക്കണം. ക്യാഷ് ഇല്ലെങ്കിലും അതെടുക്കണം എന്നൊരാഗ്രഹമുണ്ട്. എടുക്കണോ? എന്റെ ഹസ്ബൻഡ് എപ്പോ വന്നാലും ചെരുപ്പ് സെക്ഷൻ പോണ്ടു. വാങ്ങൂല, എല്ലാം ട്രൈ ചെയ്തിട്ട് വെച്ചിട്ട് ഒരു മനസ്സിലാവും. ഇവിടെ ഓഫറിനായിട്ടേ കുറച്ച് ക്രോക്സ് മോഡൽ കിടപ്പുണ്ടായിരുന്നേ. ഈ ഒരു മോഡൽ എപ്പോൾ കണ്ടാലും മോൾ എൻ്റെ അടുത്ത് പറയാം, അമ്മ എനിക്കിതൊന്ന് വാങ്ങി തരുമോ എന്ന്. ഇതാണ് ഇഷ്ടപ്പെട്ട് എടുത്തിട്ടുള്ളത്. പക്ഷെ മോളുടെ സൈസിനില്ല, ഇത് കുറച്ച് ടൈറ്റ് ആയിരുന്നു. അടുത്ത സൈസ് ആയിരുന്നെങ്കിൽ മോൾക്ക് കറക്റ്റ് ആയിരിക്കുമായിരുന്നു. അങ്ങനെ ലാസ്റ്റ് കണ്ടുപിടിച്ചത് ഈ ഒരു മോഡലാണ് അവൾക്ക് സെലക്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇത് കിട്ടിയപ്പോൾ അവൾ ഹാപ്പിയാണ്. ഇനി ഇവിടെ നേരെ ഞങ്ങൾ ഇറങ്ങിയാണേ. വീട്ടിലുണ്ടല്ലോ പോരെ. അവിടെ നിന്ന് ഞങ്ങൾ ഒന്നും എടുത്തിട്ടില്ലേ, മോക്ക് വേണ്ടി മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് വേണ്ടി ഒരു സാൻഡൽ നോക്കണമായിരുന്നു. അതുകൊണ്ട് നേരെ ഇനി സുഡിയിലോട്ട് കയറുകയാണേ. ഇടാൻ കോതി, പക്ഷെ സൈസ് വെച്ച് നമുക്കൊന്ന് ചേരമാട്ടേനെ, കുറച്ച് ലൂസായി. അങ്ങനെ അവിടുത്തെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എനിക്ക് വേണ്ടി ഒരു സാന്തൽ എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നേരെ ഞങ്ങൾ ഇറങ്ങുകയാണ്. ഇനി വേറെ ഇവിടെ നിൽക്കുന്നില്ല, നേരെ ഇനി വീട്ടിലോട്ടാണ്. എൻ്റെ മോൾ പോകുന്ന ആ സ്റ്റൈലൊന്ന് കണ്ടോ, കാരണം അവൾക്ക് ഐറ്റം കിട്ടിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അവൾ ഹാപ്പിയാണ്. ഇനി ആർക്കും അവളെ പിടിച്ചാലും കിട്ടത്തില്ല, ആ രീതിയിലാണ് അവൾ പോകുന്നത്. ഷോപ്പിംഗ് ചെയ്തോ? ആ പോട്ടെ, കാറിലോട്ട് പോട്ടെ. എപ്പോഴത്തേയും കാലം കുറച്ച് നേരത്തെ ആയിട്ടാണ് ഇന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. വീട്ടിൽ പോകാനുള്ള മനസ്സൊന്നും തോന്നുന്നില്ല, എന്നാലും ഞങ്ങൾക്ക് പോയാലേ പറ്റൂ, നാളത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങുകയായേ. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുകയായി അല്ലേ. ഇന്നത്തോടെല്ലാം കഴിഞ്ഞല്ല.
ഇതോടെ അടിച്ചു പിരിഞ്ഞ് അടിച്ചു പിരിഞ്ഞ് മൊത്തത്തിൽ നമ്മൾ ഒരു പാലം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മറ്റേ ബാർബി ഡോള് പറയുന്നത്. പാലം നടക്കുന്നെങ്കിലിട് എന്നിട്ട് വീട്. വയ്യാത്ത കുട്ടി ഇറക്കി വണ്ടിന്ന് പെട്ടെന്ന് ഇറങ്ങി പോ. ആ കുളി എടുത്ത് കുറവി. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാവേ. അതുവരേക്കും ബൈ ബൈ. ആരെങ്കിലും പുതുതായി കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കേ.